ഹിന്ദുമതം വിടുന്ന പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ടവർക്ക് ഇനി ആ ആനുകൂല്യം കിട്ടില്ല എന്ന് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരിക്കുകയാണല്ലോ. വളരെ നിർണായകമല്ലേ? വളരെ നിർണായകമായ ഒരു വിധിയാണ്. ഹിന്ദുമതം വിട്ടവർക്കെന്ന് മാത്രമല്ല ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത് ക്രിസ്ത്യാനികളായി മതം മാറി ക്രിസ്ത്യാനികളായ പട്ടികജാതിക്കാർക്ക് അവരെ ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് വിളിക്കാൻ പറ്റില്ല. ഷെഡ്യൂൾ കാസ്റ്റിനുള്ള ആനുകൂല്യങ്ങൾ കൊടുക്കാൻ പറ്റില്ല. അലഹബാദ് ഹൈക്കോടതി എന്ന് പറയുന്നത് നിയമം പഠിക്കുന്നവർക്കറിയാം, ഇന്ത്യയിൽ ഏറ്റവും ബ്രേവായിട്ടുള്ള, ഏറ്റവും സുചിന്തിതമായ, ഏറ്റവും കാർക്കശ്യത്തോടുകൂടി നിയമത്തെ വ്യാഖ്യാനിച്ച് വിധി പറയാൻ മടികാട്ടാത്ത ജഡ്ജിമാർ ഉണ്ടായിരുന്ന ഒരു ബെഞ്ചാണ്, ഒരു കോടതിയാണ് അലഹബാദ് ഹൈക്കോടതി. അതുകൊണ്ട് തന്നെ അലഹബാദ് ഹൈക്കോടതിയുടെ വിധികൾക്ക് വലിയ പ്രാധാന്യവും വലിയ ശ്രദ്ധയും കിട്ടാറുണ്ട്. ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതിയിലെ ജസ്റ്റിസ് പർവീൻ ഗിരി പാരഗ്രാഫ് 3 കോൺസ്റ്റിറ്റ്യൂഷൻ SC ഓർഡർ 1950 കോട്ട് ചെയ്തിട്ട് പറയാണ്, ഹിന്ദു, ബുദ്ധ, സിഖ്, ഹിന്ദുക്കൾ, ബുദ്ധമതക്കാർ, സിഖുകാർ, ഈ 3 വിഭാഗത്തിൽപ്പെടാത്ത ആരെയും SC ST അല്ലെങ്കിൽ പട്ടികജാതി പട്ടികവർഗ വിഭാഗമായി കാണാൻ കഴിയില്ല. അപ്പോൾ പട്ടികജാതി വിഭാഗം എന്ന് പറയുന്നത് ഹിന്ദുമതത്തിൻ്റെ അവാന്തര വിഭാഗങ്ങളായിട്ടാണ് ബുദ്ധമതത്തെയും സിഖ് മതത്തെയൊക്കെ കാണുന്നത്. ഹിന്ദുമതം പോലെ തന്നെ കൺസിഡർ ചെയ്യുന്ന മതമാണ്. അപ്പം പട്ടികജാതിക്കാർ ഉണ്ടായിരിക്കുന്നത്, അല്ലെങ്കിൽ ദളിതർ എന്നൊക്കെ പറയുന്ന വിഭാഗങ്ങൾ ഉണ്ടായിരിക്കുന്നത്, ഗാന്ധിജി ഹരിജൻ എന്ന് പറഞ്ഞ വിഭാഗം ഉണ്ടായിരിക്കുന്നത് ഹിന്ദു മതത്തിലാണ്. അതല്ലാത്ത ഒരു മതത്തിലും SC ഇല്ല, ഷെഡ്യൂൾഡ് കാസ്റ്റ് ഇല്ല, ഷെഡ്യൂൾഡ് ട്രൈബ് ഇല്ല. അതുകൊണ്ട് ഷെഡ്യൂൾ കാസ്റ്റ് എന്ന് പറയുന്ന SC വിഭാഗം എന്ന് പറയുന്നത് ഹിന്ദു മതത്തിൻ്റെ അവിഭാജ്യ ഘടകമാണ്. അങ്ങനെ ആരെങ്കിലും സ്വമേധയാ ഹിന്ദുമതം വിടാൻ തീരുമാനിച്ചാൽ അയാളുടെ SC സ്റ്റാറ്റസ്, പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ഒരാൾ ഞാൻ ഹിന്ദുമതത്തിൽ നിന്നും മതം മാറുന്നു എന്ന് തീരുമാനിച്ചാൽ അയാളുടെ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന സ്റ്റാറ്റസ് കൂടി റദ്ദാകും. അത് റദ്ദാക്കാതെ മതം മാറിയതിന് ശേഷവും അവർക്ക് പട്ടികജാതി ആനുകൂല്യങ്ങൾ കൊടുക്കുന്നുണ്ടെങ്കിൽ അത് ഭരണഘടനയെ വഞ്ചിക്കലാണ് എന്നാണ് അലഹബാദ് ഹൈക്കോടതിയുടെ വിധി. ഇപ്പം നമ്മൾ കേരളത്തിലെ കാര്യം നോക്കണം. കേരളത്തിൽ ഈ പരിവർത്തിത ക്രൈസ്തവ വിഭാഗം എന്ന് പറയുന്ന ഒരു വിഭാഗം തന്നെയുണ്ട്. അതെ, ദളിത് ക്രൈസ്തവർ എന്ന് പറയുന്നവരുണ്ട്. ദളിതെന്ന് പറയുന്നത് ശരിക്കും ഹിന്ദു മതത്തിൻ്റെ ഭാഗമാണ്. അവർക്കെങ്ങനെ ക്രൈസ്തവരാകാൻ കഴിയും? അപ്പോൾ ക്രൈസ്തവ സമുദായത്തിലേക്ക് അവർ മാറിക്കഴിഞ്ഞാലും കേരളത്തിൽ അവർക്ക് SC ആനുകൂല്യങ്ങൾ കിട്ടുന്നുണ്ട്. ഇത് നാടാർമാരിലുണ്ട്. ക്രിസ്ത്യൻ നാടാർ, ഹിന്ദു നാടാർ എന്ന് പറയുന്നു. അത് ക്രിസ്ത്യൻ നാടാർക്കും എന്ത് കിട്ടുന്നു? സംവരണ ആനുകൂല്യം കിട്ടുന്നു. സംവരണം എന്ന് പറയുന്നത് അലഹബാദ് ഹൈക്കോടതി ഇപ്പോൾ വളരെ കൃത്യമായി ഭരണഘടനയുടെ വകുപ്പ് എടുത്ത് വെച്ചിട്ട് പാരഗ്രാഫ് 3 കോട്ട് ചെയ്തിട്ട് പറയുന്നത് അത് ഹിന്ദു മതത്തിലെ പാർശ്വവൽക്കരിക്കപ്പെട്ടിരുന്ന വിഭാഗങ്ങൾക്ക് കൊടുക്കുന്നതാണ്. അത് ഹിന്ദു, ബുദ്ധ, ജൈന വിഭാഗങ്ങൾക്ക് മാത്രമേ ഉള്ളൂ എന്നും മാത്രമല്ല, ആരെങ്കിലും ഹിന്ദുമതം വിട്ടാൽ ഇത് പിന്നീട് കൊടുക്കാനുള്ള അവകാശവും ഇല്ല എന്നുള്ള വളരെ നിർണായകമായൊരു വിധിയാണ്. ഇപ്പോൾ ഇവിടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ സംവരണം ആർക്കാണ്? മുസ്ലിങ്ങൾക്ക് വരെ കൊടുക്കുന്നുണ്ട്. സംവരണം എന്ന് പറയുന്നത് മതാടിസ്ഥാനത്തിലല്ല, ജാതി അടിസ്ഥാനത്തിലാണ്. അത് ഏത് ജാതി? ഹിന്ദു മതത്തിലെ ജാതികളെ അടിസ്ഥാനമാക്കിയിട്ടാണ് സംവരണം കൊടുക്കേണ്ടത്. ഇത് വെള്ളം ചേർത്ത് മറ്റു മതങ്ങൾക്കും ഇന്ത്യയിൽ നൂറ്റാണ്ടുകളായി ഉണ്ടായിരുന്ന ജാതി വ്യവസ്ഥയുടെ ഭാഗമായി അരികുവൽക്കരിക്കപ്പെട്ടിരുന്ന ജനവിഭാഗങ്ങളെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ് ഭരണഘടന സംവരണം കൊണ്ടുവരുന്നത്. ഭരണഘടന തുല്യത പറയുന്നുണ്ട്. പക്ഷേ തുല്യത പറയുന്നുണ്ടെങ്കിലും സംവരണം ഈ സാമൂഹികമായ കാരണങ്ങളാൽ പിന്നാക്കമാക്കപ്പെട്ട ആളുകളെ മുന്നോട്ട് കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്. സത്യം പറഞ്ഞാൽ സംവരണം എന്ന് പറയുന്നത് തുല്യതയുടെ നിഷേധമാണ്, അല്ലേ? ഒരു ജനറൽ കോട്ടയിൽ ഒരാൾക്ക് ഒരു പരീക്ഷ പാസ്സാവാൻ 50 മാർക്ക് വേണമെങ്കിൽ SC ST ആണെങ്കിൽ 40 മാർക്ക് മതി എന്ന് പറയുന്ന ഒരു വിവേചനമാണ്. ആ വിവേചനം കൊടുക്കാനുള്ള കാരണം എന്താണ്? നൂറ്റാണ്ടുകളായി ഈ വിഭാഗത്തിൽപ്പെട്ടവർക്ക് വിദ്യാഭ്യാസം കിട്ടിയിട്ടില്ല, വഴി നടക്കാൻ സ്വാതന്ത്ര്യമില്ല, അങ്ങനെ ഒരുപാട് അടിച്ചമർത്തലുകൾ ഉണ്ടായതുകൊണ്ട് അവരെ ഒന്ന് ലിഫ്റ്റ് ചെയ്യുകയാണ്. അതിന് പറയാറുണ്ട്, നമ്മൾ റബ്ബർ കൃഷി ചെയ്യുന്നു. റബ്ബർ കൃഷി ചെയ്യുമ്പോഴത്തേക്ക് പാറപ്പുറത്തും റബ്ബറുണ്ട്, മണ്ണിലും റബ്ബറുണ്ടെങ്കിൽ പാറപ്പുറത്ത് വളരുന്ന റബ്ബറിന് ഇത്തിരി വെള്ളവും വളവും കൂടുതൽ കൊടുക്കും. കാരണം അവർ പരുക്കൻ പാറമേലാണ് വളർന്നത്. ഇന്ത്യയിലെ പിന്നാക്ക വിഭാഗങ്ങൾ, പട്ടികജാതി വിഭാഗങ്ങളൊക്കെ ഒരുപാട് പരുക്കൻ പ്രതലത്തിൽ വളർന്ന് മല്ലിട്ട് വന്നവരായതുകൊണ്ട് അവർക്ക് ഇത്തിരി വെള്ളവും വളവും കൂടുതൽ കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് കൊണ്ടുവന്നിരിക്കുന്ന ഭരണഘടനാ വ്യവസ്ഥയാണ് സംവരണം. അത് അനാദികാലമുള്ളതല്ല. എന്ന് ഈ വിഭാഗങ്ങൾ മറ്റുള്ളവർക്കൊപ്പം എത്തുന്നോ അന്ന് സംവരണം അവസാനിക്കുമെന്നാണ് നമ്മുടെ ഭരണഘടന കൺസെപ്റ്റ്. ഇപ്പോൾ എന്താ സംഭവിക്കുന്നത്? മറ്റു സമുദായത്തിൽ ക്രിസ്ത്യാനികൾക്ക് സംവരണം, മുസ്ലിങ്ങൾക്ക് സംവരണം, ഹിന്ദുമതം വിട്ടങ്ങ് പോയാലും സംവരണം കിട്ടും എന്നുള്ള ഒരു നില വന്നിരിക്കുന്നു. കാരണം ഹിന്ദു മതത്തിലാണ് ഈ ജാതി വിവേചനം ഉണ്ടായിരുന്നത്. കേരളത്തിൽ ഇത് മറച്ചു വെച്ചിട്ട്, അതായത് മതം മാറുന്നത് മറച്ചു വെച്ചിട്ട് ക്രിസ്ത്യാനിയായി ജീവിക്കുകയും ഹിന്ദു SC വിഭാഗമായിരിക്കുന്നതിന് ആനുകൂല്യം പറയുന്നുണ്ട്, ഞങ്ങൾ മതപരിവർത്തനമല്ല മനപരിവർത്തനമാണ് നടത്തുന്നത്.
അതിലേക്ക് വരാം. ഈ കേസിൽ ആ ഭാഗവും വരുന്നുണ്ട്. അത് കഴിഞ്ഞ് കോടതി പറയുകയാണ്, കോടതി വളരെ നിശ്ചിതമായി പറഞ്ഞിട്ട് അലഹബാദ് ഹൈക്കോടതി വിധിയിൽ പറയുന്നത്, മതം മാറിയ ശേഷവും സംവരണം നേടുന്നത് ഒരു ഫ്രാഡുലൻറ്റ്, ഒരു ആക്ഷനാണ്, ഒരു ഫ്രോഡ് പണിയാണ് മതം മാറിയ ശേഷവും സംവരണം നേടുന്നത്. ക്രൈസ്തവരിൽ ജാതി വ്യവസ്ഥയില്ല. ക്രിസ്ത്യാനി എപ്പോഴും സംഭവിക്കുമോ ജാതി ഉണ്ടെന്ന്? ഇല്ല. എന്നാൽ ജാതിയുണ്ട് അല്ലേ? ക്രൈസ്തവരിൽ വലിയ ജാതിയുണ്ട്. പല സഭയിൽപ്പെട്ടവർ പോലും പരസ്പരം കല്യാണം കഴിക്കത്തില്ല. അപ്പം ഈ മാത്രമല്ല, ദളിത് വിഭാഗത്തിൽ നിന്ന് മതം മാറി വന്നവരെ ദളിത് ക്രൈസ്തവർ എന്ന് പറഞ്ഞ് വേറെ കെട്ടിത്തിരിച്ചിരിക്കുകയാണ്. പക്ഷേ അവർ അംഗീകരിക്കത്തില്ല. അതുകൊണ്ട് കോടതി അവർ അംഗീകരിക്കാത്ത നിലപാട്, ഞങ്ങൾക്ക് ജാതിയില്ല എന്ന് പറയുന്ന നിലപാട് മാത്രം ആശ്രയിച്ചിട്ട് കോടതി പറയാണ്, ക്രൈസ്തവരിൽ ജാതി വ്യവസ്ഥ ഇല്ല എന്നിരിക്കെ എങ്ങനെ അവർക്ക് സംവരണാനുകൂല്യം കൊടുക്കാൻ പറ്റും? അതുകൊണ്ട് 4 മാസത്തിനകം, ഉത്തർപ്രദേശിൽ ഇങ്ങനെ ക്രൈസ്തവർക്ക് സംവരണം കൊടുക്കുന്നുണ്ടെങ്കിൽ 4 മാസത്തിനകം അത് അവസാനിപ്പിച്ചിട്ട് എല്ലാ ജില്ലാ കളക്ടർമാരും അത് നടപ്പാക്കി റിപ്പോർട്ട് കൊടുക്കാൻ കോടതി ആവശ്യപ്പെട്ടിരിക്കുന്നു. അപ്പോൾ ഈ കേസിൻ്റെ ഒരു ഉത്ഭവം കൂടെ നോക്കണം. നേരത്തെ പ്രിയം പറഞ്ഞതുപോലെ ഒരാൾക്കെതിരെ കേസ് വന്നു. അയാളുടെ പേര് ജിതേന്ദ്ര സാഹ്നി എന്നാണ്. പേര് കേട്ടാൽ എന്താണ്? ഹിന്ദു പേരാണ്. പട്ടികജാതി വിഭാഗത്തിൽപ്പെട്ട ജിതേന്ദ്ര സാഹ്നി. ഇയാൾ തനിക്ക് ഒരു പ്രോപ്പർട്ടി ഉണ്ട് അയാൾക്ക്. ആ പ്രോപ്പർട്ടിയിൽ ഇയാൾ ഒരു മീറ്റിംഗ് നടത്താൻ അനുവാദം വാങ്ങിച്ചു. മീറ്റിംഗ് നടത്താൻ അനുവാദം വാങ്ങിച്ചിട്ട് അവിടെ നിന്ന് പ്രസംഗിച്ച മുഴുവൻ ഹിന്ദു ദൈവങ്ങളെ തെറിവറയിലായിരുന്നു. അയാൾക്കെതിരെ കേസെടുത്തു. ഇയാൾ ഈ കേസ് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടിട്ടാണ് ഹൈക്കോടതിയിൽ വന്നത്. അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത്, എൻ്റെ ഭൂമിയിൽ യേശുവിൻ്റെ വചനങ്ങൾ പറയാൻ അധികൃതരിൽ നിന്ന് ഞാൻ അനുവാദം വാങ്ങിയിരുന്നു. ഞാനപ്പോൾ എന്ത് ചെയ്തു? ഞാൻ അവിടെ യേശുവിൻ്റെ വചനങ്ങൾ പറഞ്ഞതിൻ്റെ പേരിലാണ് എൻ്റെ പേരിൽ കേസെടുത്തിരിക്കുന്നത്. പക്ഷേ കോടതി സാക്ഷിമൊഴികളും വീഡിയോ ഒക്കെ നോക്കിയപ്പോൾ ഇയാൾ പറയുന്നതെന്നറിയാമോ? ഞാൻ ക്രിസ്ത്യാനിയായി, അതോടുകൂടി എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു. ഹിന്ദുമതത്തെ ആക്ഷേപിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ ഇങ്ങനെ ക്രിസ്ത്യാനിയായി മതം വിട്ടതുകൊണ്ട് മിഷണറിമാരുടെ സഹായത്തോടെ എനിക്ക് എൻ്റെ ബിസിനസ്സിന് വളർച്ചയുണ്ടായി, എനിക്ക് ജോലി കിട്ടി, എൻ്റെ ജീവിത സാഹചര്യം നന്നായി എന്നൊക്കെ ഇയാൾ പ്രസംഗിച്ചു. അപ്പോൾ മതം വിട്ടതോടുകൂടി ഇയാൾക്ക് മിഷണറിമാരുടെ സഹായം കിട്ടി. അതുമാത്രമല്ല, ഇയാൾ ഹിന്ദു മതത്തിൻ്റെ അടിസ്ഥാന വിശ്വാസ പ്രമാണങ്ങളെയൊക്കെ ലംഘിക്കുന്ന പ്രസംഗവും നടത്തി. അപ്പോൾ ഇയാൾ പൂർണ്ണമായും ക്രിസ്ത്യാനിയായി ഇയാൾ അഡ്മിറ്റ് ചെയ്യുന്നു, പേര് ജിതേന്ദ്ര സാഹ്നി എന്നാണെങ്കിൽ പോലും. അപ്പോൾ കോടതി പറഞ്ഞു, 2-3 കാര്യങ്ങൾ ഇതിനകത്തുണ്ട്. ഒന്ന്, ഇയാൾ മൈക്ക് വെച്ച് കെട്ടി പ്രസംഗിച്ചത് ഹിന്ദു വിശ്വാസത്തെയും ഹിന്ദു ദൈവങ്ങളെ ആക്ഷേപിക്കുന്ന തരത്തിൽ പ്രസംഗിച്ചു, അതിനുള്ള കേസ് നിലനിൽക്കും. രണ്ടാമത്, ഇയാൾ പരസ്യമായി പറയുന്നുണ്ട്, ഞാൻ പട്ടികജാതിക്കാരനാണ്, പക്ഷേ ഞാൻ മതം മാറി ക്രിസ്ത്യാനിയായി, അതോടുകൂടി എൻ്റെ ജീവിതം രക്ഷപ്പെട്ടു, എനിക്ക് മിഷണറിമാർ എല്ലാ സഹായവും തന്നു, എൻ്റെ ബിസിനസ് വളർന്നു, എനിക്ക് ജോലി കിട്ടി, എനിക്ക് സാമ്പത്തിക വളർച്ച ഉണ്ടായി. അപ്പോൾ ഇയാൾ ഹിന്ദുമതം വിട്ടു എന്ന് പറയുന്നു. അതോടുകൂടി ഇയാളുടെ ഓട്ടോമാറ്റിക്കലി ഹിന്ദു മതത്തിലുണ്ടെങ്കിൽ മാത്രമേ പട്ടികജാതി പരിഗണനയുള്ളൂ. ഓട്ടോമാറ്റിക്കലി ഇയാളുടെ പട്ടികജാതി പരിഗണന ഇല്ലാണ്ടായി. അതുമാത്രമല്ല, മൂന്നാമത് അയാൾ തന്നെ പറയുന്നുണ്ട്, ഇയാൾക്കിനി സാമ്പത്തിക സഹായമൊന്നും ആവശ്യമില്ല, അയാൾക്ക് ജോലി കിട്ടി, ബിസിനസ് വളർന്നു, സാമ്പത്തികമായ മെച്ചമുണ്ടായി, പിന്നെ ഇതിൻ്റെ റിസർവേഷൻ. ഇങ്ങനെ 3 കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയിട്ടാണ് കോടതി വളരെ നിർണായകമായ ഈ വിധി പറഞ്ഞത്. അതുകൂടാതെ കോടതി വളരെ പ്രധാനപ്പെട്ട ഒരു ജഡ്ജ്മെൻറ്റ്, സുപ്രീം കോടതിയുടെ ഒരു ജഡ്ജ്മെൻറ്റ് അലഹബാദ് ഹൈക്കോടതി കോട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഇത് വേണമെങ്കിൽ നമ്മൾ കേൾക്കുന്നവർ പറയാം, അത് അലഹബാദ് ഹൈക്കോടതി ഇങ്ങനെയൊക്കെ പറഞ്ഞാൽ സുപ്രീം കോടതി പോകാമല്ലോ, സുപ്രീം കോടതി ചെന്നാൽ സുപ്രീം കോടതി ഇപ്പോൾ ശരിയാക്കി തരും എന്ന് കരുതുന്ന ആളുകളുണ്ടാവും. അതിനു വേണ്ടിയിട്ട് അലഹബാദ് ഹൈക്കോടതി വളരെ നിർണായകമായ ഒരു സുപ്രീം കോടതി വിധി കോട്ട് ചെയ്തിട്ടുണ്ട്. അതായത് സി സെൽവമണി വേഴ്സസ് സ്പെഷ്യൽ സെക്രട്ടറി കം ഡിസ്ട്രിക്ട് കളക്ടർ എന്ന് പറയുന്ന കേസിൽ 2024 കഴിഞ്ഞ വർഷം സുപ്രീം കോടതി ഒരു നിർണായകമായ വിധി പുറപ്പെടുവിച്ചിട്ടുണ്ട്. ആ വിധി കോട്ട് ചെയ്തിട്ടാണ് അലഹബാദ് ഹൈക്കോടതി ഈ വിധി പറഞ്ഞിരിക്കുന്നത്. ക്രിസ്തുമതം ഒരാൾ സ്വീകരിക്കുന്നതോടെ അയാൾ ഹിന്ദുമതത്തിലെ ജാതിയിൽപ്പെട്ട ആളല്ലാതാവുന്നു. ഒരാൾ ക്രിസ്ത്യാനി ആയിക്കഴിഞ്ഞാൽ പിന്നീട് അയാൾ നായരോ ഈഴവനോ പുലയനോ ഒന്നും ആണെന്ന് അവകാശപ്പെടാൻ കഴിയില്ല. അപ്പോൾ എങ്ങനെയാണ്, നമ്മുടെ നാട്ടിലൊരു വലിയ ചോദ്യം വരും, ഒരാൾ ഹിന്ദുമതം വിട്ടു കഴിഞ്ഞാൽ പിന്നെ അയാൾ എങ്ങനെയാണ് നാടാരാവുന്നത്, ക്രിസ്ത്യൻ നാടാരാവുന്നത്? അതെ, ഒരു വലിയ സങ്കീർണമായ പ്രശ്നമാണ്. സങ്കീർണമായ പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇത് ശരിയായ രീതിയിൽ ഭരണഘടനയെ ശരിയായി വ്യാഖ്യാനിച്ചിട്ട് പറയുന്ന ഒരു വിധിയാണ് ഇതെന്ന് തർക്കമില്ല. ഭരണഘടന ഇത് തന്നെയാണ്. ഭരണഘടന പറയുന്ന കാര്യങ്ങൾ വളച്ചൊടിച്ച് വോട്ട് കിട്ടാൻ വേണ്ടി ഹിന്ദുമതം വിട്ടവർക്കും പട്ടികവർഗ ആനുകൂല്യങ്ങൾ കൊടുത്ത് രാഷ്ട്രീയ പാർട്ടികൾ ഇവരെ പരിപോഷിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനെയാണ് ഇപ്പോൾ അലഹബാദ് ഹൈക്കോടതി ചോദ്യം ചെയ്തില്ല, റദ്ദാക്കിയിരിക്കുന്നത്. അങ്ങനെ കൊടുക്കുന്ന ആനുകൂല്യങ്ങളൊക്കെ 4 മാസത്തിനകം അവസാനിപ്പിച്ച് റിപ്പോർട്ട് കൊടുക്കാനാണ് അലഹബാദ് ഹൈക്കോടതി പറഞ്ഞിരിക്കുന്നത്. ഇത് വളരെ ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉളവാക്കാൻ പോകുന്ന ഒരു വിധിയാണ്.